വെൽക്കം ടു സൺഡേ ഈവനിങ്. ഉച്ചയ്ക്കത്തെ ചൂടൊക്കെ പറയുമ്പോൾ നമ്മൾ വെച്ച് വൈകിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ പുത്തൻതോട് എന്ന് പറഞ്ഞിട്ടൊരു ബീച്ചിലേക്കാട്ടോ പോകുന്നത്. അത് പോണ വഴിയൊക്കെ ഭയങ്കര അടിപൊളിയാട്ടോ. ഇതേപോലെ ഒരു ഐലൻഡ് ഏരിയ കേട്ടോ. കുറേ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വാക്ക് വേ പോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട്. നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തിയെന്ന് തോന്നുന്നു. 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. അത്യാവശ്യം എന്താ പറയുക, ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. അധികം ക്രൗഡഡ് ഒന്നുമല്ല, പക്ഷെ വലിയ സ്പേസൊന്നുമല്ല, പക്ഷെ ഭയങ്കര ക്രൗഡഡ് ഒന്നുമല്ല. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ്. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണ് ഭയങ്കര വെള്ള കളറാണ്. സാധാരണ നമ്മൾ കടൽ തീരത്ത് കാണുന്ന മണലിനേക്കാളും കുറച്ചുകൂടി വെള്ള കളറാണ്. പിന്നെ സോഫ്റ്റാണ് കുറച്ചും കൂടി. നമ്മളവിടെ ചെന്നിട്ട് ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നടക്കുകയൊക്കെ ചെയ്തു. നടന്ന് കണ്ടു. പിന്നെ സൈഡിലൊക്കെ പെബിൾസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. കേരളത്തിലെ ലക്ഷദ്വീപ് എന്ന ഈ പ്ലേസിന് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ അവിടെ ഒരു പട്ടിയടപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇതിനെ കാണാനായിട്ട്. പിന്നെ കുറേ ആൾക്കാർ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കണ്ണമാലിക്ക് അടുത്താണ്. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലം കേട്ടോ. അവിടെ എത്താനുള്ള ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതി. ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്തും കേട്ടോ. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും സായിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് എന്താ പറയുക, ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിളിച്ച് എണീപ്പിച്ചെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാട്ടോ പെബിൾസൊക്കെ. പെബിൾസിൻ്റെ അവിടെ നിന്ന് സൺസെറ്റ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആളെ എണീറ്റിട്ടുണ്ട്, പക്ഷേ ഒരു ഉറക്കപ്പിച്ചിലാട്ടോ. അവനിങ്ങനെ എല്ലാം ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുക. നേരത്തെ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായി പോയിട്ട്, ഒരു 3-4 മാസമായി എന്ന് തോന്നുന്നു. 2-3 മാസമായി പോയിട്ട്. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, അറിവ് വെച്ച പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. പിന്നെ അത് ബീച്ചിൽ നിന്നൊക്കെ ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിയില്ല, ജസ്റ്റ് അവിടെ സൺസെറ്റൊക്കെ കണ്ട് തിരിച്ചു പോരുന്ന വഴിക്ക് അവിടെ സൈഡിൽ വേഫിൾസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. 69 റുപ്പീസേ ഉള്ളൂ, പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. അതുപോലത്തെ 3-4 കുഞ്ഞു ഷോപ്സൊക്കെ അവിടെ ഉള്ളത് കേട്ടോ. ടീ, സ്നാക്സ്, അങ്ങനത്തെയൊക്കെ ചെറിയ ഐറ്റംസുള്ള കുഞ്ഞു ഷോപ്സൊക്കെ. ഞങ്ങൾ എണ്ണുമ്പോഴത്തേനും അവരും വേണം. നമ്മൾ അടുത്തത് പോയത് ചെല്ലാനം വാക്ക് വേയിലേക്കാണ് കേട്ടോ. ചെല്ലാനം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. എപ്പോഴും കടൽക്ഷോഭമൊക്കെ വരുന്നൊരു പ്ലേസാണ്. അവിടെ ഇപ്പോൾ പുൽമുട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് പുൽമുട്ട്. അവിടെ നല്ല നീളത്തിൽ വാക്ക് വേ ഉണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ ഈ പുൽമുട്ട് നേരിട്ട് കാണുന്നത്. എനിക്കൊന്ന് എറണാകുളത്ത് ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. 4 പേര് കൂടിയാട്ടോ പോയത്. 4 ആക്ച്വലി 5. ഞാൻ, മനു, അന്ന, ആൽബി, പിന്നെ വാവേ. നമ്മൾ ആദ്യം പോയ പുത്തൻതോട് ബീച്ചിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ചെല്ലാനം വാക്ക് വേയിലേക്ക്. അവിടെ ചെന്നപ്പോഴത്തേനും ആൾ ഉഷാറായി. ആൾക്ക് സൺസെറ്റ് കാണണം, അവിടെ നിൽക്കാനായിട്ട് വാശി പിടിക്കുന്നതായിട്ടേ കാണുന്നത്. അപ്പോൾ ആൽബി കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് പിടിച്ച് നിർത്തി. ആൾക്കിപ്പോൾ നിൽക്കാനൊക്കെയാണ് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ നിർത്തിയായി കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഹാപ്പിയായി. ഉറക്കം തന്നെ ഉണ്ട്, എന്നാലും ആൾ ഹാപ്പി, അതായി തുള്ളുന്നത്. പിന്നെ ഈ പുൽമുട്ടിൻ്റെ അവിടെ കൂടിയൊക്കെ നടന്ന് ഈവനിങ് എന്താ പറയുക, സൺസെറ്റ് അവിടെയായിരുന്നു. ബാക്കിയും കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ, ഉപ്പിലിട്ടതൊക്കെ.